NEP അല്ലെങ്കിൽ PM ശ്രീ ഇതൊക്കെ അംഗീകരിക്കും. അതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം അത് മാനദണ്ഡങ്ങളോ അതിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളോ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിബന്ധനകളും ഞങ്ങൾ അംഗീകരിച്ചുകൊള്ളാം എന്നാണല്ലോ ഒപ്പുവെക്കുന്നത്. ധാരണാപത്രം ഒപ്പുവെക്കാറ് സാധാരണ, പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം NEP-യോട് പൂർണ്ണമായി യോജിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ്. വൈകിയെങ്കിലും CPM അവരുടെ തെറ്റ് തിരിച്ചറിയുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തു എന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കേരള സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ട്വീറ്റും ചെയ്തിട്ടുണ്ട്. ABVP ആണ് ഈ വിഷയത്തിൽ സമരം നടത്തിയിരുന്നത്. കേരളത്തിൽ PM ശ്രീ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ സമരം നടത്തിയിരുന്നതും സെക്രട്ടേറിയറ്റ് വിരോധം നടത്തിയിരുന്നതും വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന ഗുണപരമായിട്ടുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും മെച്ചപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവാനും ആവശ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ്. കേവലം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു നല്ല പദ്ധതി സ്വീകരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയിരുന്നത് ABVP മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഒടുവിൽ സർക്കാർ ആ പദ്ധതി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത് ABVP-യുടെ ധാർമ്മികമായിട്ടുള്ള വിജയം. പ്രാഥമികമായ സംശയം അടുക്ക് ശങ്കുട്ടി ദാസ് ഇതാണ്. ഈ പരിപാടി NEP അടക്കമുള്ള PM ശ്രീ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിചാരിച്ച രീതിയിൽ നടപ്പിലാകില്ല എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത്. അങ്ങനെ നടപ്പിലാക്കാൻ, അതായത് ഒരു കേരള മോഡൽ, ഒരു NEP, ഒരു PM ശ്രീ നടപ്പിലാവും. അല്ല, നോക്കൂ, ഈ NEP-യുമായി ബന്ധപ്പെട്ട പ്രോജക്ട് ഡോക്യുമെന്റിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ കരിക്കുലം ഫിക്സിങ്ങിന്റെ കാര്യമാണെങ്കിൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. NCERT മോഡൽ അനുസരിച്ച് ആസ് ഫാർ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. സോ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസൈഡിങ് ദ കരിക്കുലം റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് പൂർണ്ണമായി കടന്നു കയറുക എന്നൊരു താല്പര്യം കേന്ദ്ര സർക്കാരിനില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള ഐറ്റം ആയിരിക്കുമ്പോഴും അതിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ ഇടപെടാനുള്ള അവകാശമുള്ളപ്പോഴും ഈ കരിക്കുലം ഫിക്സിംഗ്, പെഡഗോഗി നിശ്ചയിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളാണ് നിർവഹിച്ചു വരുന്നത്. ഇവിടെ ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് കൊടുത്തിട്ട് ആസ് ഫാർ ആസ് പോസിബിൾ, സാധ്യമാവുന്നിടത്തോളം ഈ ബ്രോഡ് ഫ്രെയിംവർക്ക് പാലിക്കണമെന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കരിക്കുലം ഫിക്സിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരം NEP എടുത്ത് കളയുന്നില്ല. ഇതെല്ലാം NEP-യെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ഇത് കേന്ദ്ര സർക്കാരിന് എന്തോ അധിനിവേശ ശ്രമമാണ് എന്നൊക്കെ വരുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ഇന്നിപ്പോൾ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, ഇനി പറ എന്താണ് NEP-ക്ക് കുഴപ്പം? അദ്ദേഹം ചോദിക്കട്ടെ, നിങ്ങൾ പറ എന്താണ് NEP-ക്ക് കുഴപ്പം? അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു, ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ ഇത്രയും കാലം അതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നയം മാറ്റി. വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ആ നയം മാറ്റി എന്നാണ് പറഞ്ഞത്. അതായത് NEP-ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ന വാദം ഇന്ന് നിലനിൽക്കുന്നില്ല. ആ NEP ഒരു നല്ല നയമാണെന്നും അത് ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ലോകത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയാണെന്നും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ കേരളം പോലൊരു പുരോഗമന സംസ്ഥാനത്തിന് സാധിക്കില്ലെന്നും വൈകിയെങ്കിലും ഇടതുപക്ഷ സർക്കാർ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ 14,500 സ്കൂളുകളെ 27,000 കോടി രൂപ മുതൽ മുടക്കിൽ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുന്ന ആ ഒരു നല്ല പദ്ധതിയെ സ്വീകരിക്കാൻ വൈകിയെങ്കിലും കേരള സർക്കാർ തയ്യാറാവുകയും ചെയ്യുന്നു. അത് സർക്കാരിൻ്റെ തീരുമാനമാണ്. ആ മുന്നണിയുടെ ഭാഗമായി, സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരാളുകൾ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വളരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് സർക്കാരിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്, CPM അല്ല.